അമ്മ എന്തെന്ന് കഴിക്കാനുള്ളത്? സ്പെഷ്യൽ എന്തുട്ടാ? സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു 4 മണി പലഹാരമാണ് പഴം കൊണ്ട്. പഴം കൊണ്ട് പഴംപൊരി എന്ന് പറയും. പഴംപൊരി. പഴംപൊരി. അപ്പൊ നമുക്ക് ഈ 2 പഴം വെച്ചുകൊണ്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ പഴം നമ്മൾ അരിയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ അരിഞ്ഞ് വെക്കുക. പാകത്തിന് വലുപ്പത്തിൽ ഞാൻ 2 സൈഡും കട്ട് ചെയ്തിട്ട് പാകത്തിന് വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തത്. അങ്ങനെ 2 പഴം. പിന്നെ നമ്മൾ മൈദയാണ് എടുക്കുന്നത്. അത് ഒരു 10 ടീസ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. 2 പഴത്തിന് 10 ടീസ്പൂണ് അത് മതി. പിന്നെ നമ്മൾ എടുക്കുന്നത് മറ്റേ അപ്പസോഡല്ലേ, അത് നമ്മളൊരു 1/4 ടീസ്പൂൺ. പിന്നെ കുറച്ച് മറ്റേ കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ പഴംപൊരിയുടെ പുറമെ ഭാഗം നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ നന്നായി മിക്സ് ചെയ്യുക. പിന്നെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നല്ല മധുരം കിട്ടാൻ വേണ്ടിയിട്ട് മധുരത്തിനാണെങ്കിൽ കുഴപ്പമില്ല. അത് പഴം കുറച്ച് നല്ല മധുരമുള്ളതാണെങ്കിൽ നമുക്ക് മധുരം കുറച്ച് മതി, അല്ലെങ്കിൽ 2 ടീസ്പൂൺ മധുരമൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല മധുരം കിട്ടും, പാകത്തിന് വെള്ളവും ചേർത്തിട്ട്. അപ്പോൾ നമ്മൾ ഇളക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് വെള്ളമാവുള്ളൂ. അപ്പോൾ പാകത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിൽ അങ്ങനെ കട്ടകളില്ലാണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പാകത്തിനാണ് ഈ മാവ് ആക്കിയിരിക്കുന്നത്. അതൊന്ന് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലൂസായി കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു 5-10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ 2 കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് കുറച്ച് നേരം സംസാരിച്ചു. ആ നേരം കൊണ്ട് വീണ്ടും നമ്മൾ സ്റ്റവ് കത്തിച്ച് ചട്ടി വെച്ചു. അതിലേക്ക് നമ്മൾ പാകത്തിന് എണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് എണ്ണ ചൂടായി വരുന്നു കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞു, മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് ഓരോന്നായിട്ട് ഇടാൻ പോവാണ്. അങ്ങനെ ചീഞ്ചട്ടിയിലേക്ക് 2-3 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിന് മറിച്ചിടാറാവുമ്പോൾ നമ്മൾ മെല്ലെ മറിച്ചിടാം. ഒരുപാട് ഇതാവണ്ട, കരിയാനും നിൽക്കണ്ട. പകുതി മൂപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കണം. അത് പൊന്തി വരുന്നുണ്ട്. അത് നമ്മൾ ബേക്കിംഗ് സോഡ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പഴംപൊരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ്. നമ്മൾ അതിൻ്റെ മുകളിൽ വരയുമ്പോൾ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. പൊട്ടിച്ച ഉള്ളിൽ നല്ല സോഫ്റ്റ്.